ശരി, ശ്രീജിത്ത് പണിക്കർ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. കോൺഗ്രസ് പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല. പക്ഷേ തരൂർ കോൺഗ്രസ് പേര് നിർദ്ദേശിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ തരൂരിനെ സംഘത്തലവനാക്കിയതിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നില്ല നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്. പക്ഷേ ജയറാം രമേശ് തന്നെ അക്കാര്യം വെളിയിൽ വിടുകയും ചെയ്തു. നോക്കൂ, ഇത് ബി.ജെ.പിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനെ അവർ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർലമെന്ററി വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അതിൽ ഏതാണ്ട് 20-21 എംപിമാർ ലോക്സഭയിൽ നിന്ന് തന്നെയുണ്ട്, കുറച്ച് എംപിമാർ രാജ്യസഭയിൽ നിന്നുണ്ട്. അങ്ങനെയുള്ള വലിയൊരു ടീമിനെ നയിക്കുന്നയാളാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ശശി തരൂർ. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശകാര്യ വിഷയത്തിൽ അദ്ദേഹത്തിനെ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം എന്താണ് എന്ന് നേരത്തെ തന്നെ ബി.ജെ.പിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു ഡെലിഗേഷന് പോകുന്നതിന് വേണ്ടിയിട്ട് 4 എംപിമാരുടെ പേര് വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നിശ്ചയമായും കൊടുക്കേണ്ടിയിരുന്ന ഒരു പേര് ഡോക്ടർ തരൂരിൻ്റെതാണ്. പക്ഷെ എനിക്ക് വലിയ തമാശ തോന്നിയത് ഈ ജയറാം രമേശിന്റെ ആ ട്വീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 എംപിമാരെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് മല്ലികാർജുൻ ഖാർഗെയോടും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയോടും കിരൺ റിജിജു ഇത് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇവർ ചില ആലോചനകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ 4 പേരുടെ പേര് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന പേരുകളിൽ ഒരാൾ ആനന്ദ് ശർമ്മയാണ്. ആനന്ദ് ശർമ്മ നിലവിൽ എം പി പോലും അല്ല എന്നോർക്കണം. അപ്പോൾ 4 എംപിമാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പഴയ ഒരു മന്ത്രി, പഴയ എം പി, 4 ടൈം എം പി ആയിരുന്ന ഒരാളിനെ കൂടി ചേർത്ത് മറ്റു 3 പേരുടെ പേരുകൾ കൂടിയാണ് അവർ കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത് ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളിലടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇന്ത്യയുടെ പൊസിഷനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കൗണ്ടർ ടെററിസം അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ടെററിസം ഈ കാര്യങ്ങളെ പറ്റി വളരെ കൃത്യമായി സംസാരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ശശി തരൂരിനും മനീഷ് തിവാരിക്കും കോൺഗ്രസ് ആദ്യം തന്നെ പരിഗണന കൊടുക്കേണ്ടതായിരുന്നു. വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ പൊസിഷൻ പറയുമ്പോൾ പോലും ബി.ജെ.പിയെ ഏതെങ്കിലും കാര്യത്തിൽ വിമർശിക്കണമെങ്കിൽ പോലും ദേശീയത എന്ന വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ഡയലൂഷനും സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്ന 2 വ്യക്തികളാണ്. അതിൽ പ്രത്യേകിച്ച് മനീഷ് തിവാരി. കാരണം പല പൊസിഷനുകളിലും ശശി തരൂർ എടുത്തിരിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി കുറച്ചുകൂടി കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ടുള്ള അഭിപ്രായം പറഞ്ഞയാളാണ്. പക്ഷെ ദേശീയത എന്ന കാര്യത്തിലോ ഈ ക്രോസ് ബോർഡർ ടെററിസം എന്ന കാര്യത്തിലോ അതിനെ നിർവീര്യമാക്കുന്ന കാര്യത്തിലോ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് മനീഷ് തിവാരിയും പറഞ്ഞത്. പക്ഷേ ഇതിന്റെ വലിയ തമാശ അദ്ദേഹത്തിനെയും ഒഴിവാക്കി എന്നാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ കുറച്ച് അനഭിമതരായിട്ടുള്ള ആൾക്കാരെ എല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കുകയും താരതമ്യേന മറ്റ് ഒരു കാര്യം കൊണ്ടും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതിന്റെ പേരിൽ പറയുകയല്ല, പക്ഷേ താരതമ്യേന നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പേരുകാരെയാണ് അവർ ഉൾപ്പെടുത്തുന്നത്. പേരുകൾ എന്ന് പറയുന്നത് ഗൗരവ് ഗൊഗോയ് ഡെപ്യൂട്ടി ലീഡറാണ് അല്ലേ ലോക്സഭയിലെ. പിന്നെ സയ്യിദ് നാസർ ഹുസൈൻ എം പി ആണ് രാജ്യസഭയിലെ. രാജാ ബ്രാർ എം പി ആണ് ലോക്സഭയിലെ. ആനന്ദ് ശർമ്മയാകട്ടെ, ആനന്ദ് ശർമ്മയെ കോൺഗ്രസ് ആ പേര് നിർദ്ദേശിച്ചത് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കാണ്. അതെ, അത് വിദേശകാര്യമൊന്നും ആയിരുന്നില്ല അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഇപ്പോ വി മുരളീധരൻ ഈ സംഘത്തിലുണ്ട് എന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രി ആയിരുന്നു ഈ അടുത്ത ടൈം വരെ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എങ്കിലും ഉണ്ട്. അതിന്റെ ഡിപ്ലോമാറ്റിക് മിഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അടക്കം യാത്ര ചെയ്തിട്ടുള്ള ആളുമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഇവർക്ക് സെർവിംഗ് ആയിട്ടുള്ള 4 എംപിമാരെ കൊടുക്കാമായിരുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വോക്കലായിട്ടുള്ള ആൾക്കാരെ കൊടുക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. 2, അത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന പേരുകളിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് വളരെ കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ ഈ 2 ആൾക്കാരെ ഇവിടെ എടുക്കുകയും അതിൽ കോൺഗ്രസ് തന്നെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ശശി തരൂർ തന്നെ ഇത് വലിയൊരു അംഗീകാരമാണ് എന്ന് പറയുകയുമാണ്. അതായത് രാജ്യത്തിന്റെ അഭിപ്രായം പുറത്തുപോയി പറയുന്നതിൽ തനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, കക്ഷിരാഷ്ട്രീയം എന്നതിനേക്കാൾ വലുതാണ് എനിക്ക് ദേശീയത, അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ, ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയും, നിങ്ങൾ വേണമെങ്കിൽ അതിനെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി എന്ന്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷിച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയമാണ്. ഇവിടെ തന്നെ ഒരു വലിയ ട്വിസ്റ്റ് വേറെയുമുണ്ട് മഞ്ജുഷ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പൊ ഇവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നതാണല്ലോ ഇവരുടെ ആവശ്യം. അത് ജയറാം രമേശ് മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കം പറയുന്നതാണ്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചതിന് ശേഷം നരേന്ദ്രമോദി തന്നെ പറയണം. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദി തന്നെ മറുപടി പറയണം. പിന്നീട് പല മുഖ്യമന്ത്രിമാരെയും വിളിച്ചുകൊണ്ട് ബി.ജെ.പി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു.
അപ്പൊ ആ സമയത്ത് ഇവരെല്ലാവരും തന്നെ കുറ്റപ്പെടുത്തിയത്, നോക്കൂ BJPയുടെ മുഖ്യമന്ത്രിമാരെ മാത്രമേ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബ്രീഫിംഗ് നൽകുന്നുള്ളൂ, ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുകയും എല്ലാ കാര്യത്തിലും BJPയിലെ ഒന്നാമൻ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവർക്കൊരു അവസരം ഉണ്ടായതിനു ശേഷം ഈ 4 MP കൊടുക്കുന്നതിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്താ ഇല്ലാതെ പോയത്? രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് രാജ്യസഭയിൽ നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരില്ലാതെ പോയത്? അപ്പൊ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് കൊടുക്കാമായിരുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ശശി തരൂർ, മനീഷ് തിവാരി ഈ 4 പേരുകൾ കൊടുക്കണമായിരുന്നു, സെർവിംഗ് ആയിട്ടുള്ള 4 MP എന്ന നിലയ്ക്ക്. പക്ഷെ അതുപോലും ചെയ്യാതെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, താരതമ്യേന നമ്മൾ പ്രതീക്ഷിക്കാത്ത 4 പേരുകാരെ, അതിലൊരാൾ സെർവിംഗ് MP പോലും അല്ല, അങ്ങനെയുള്ള ആൾക്കാരെ കൊടുത്തിട്ട് മൊത്തത്തിൽ ഇതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന തിരിച്ചടിയാണ് ശശി തരൂരിനെ BJP ഇതിലേക്ക് ഇൻഡക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജും വളരെ ക്ലിയർ ആണ്. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് രാഷ്ട്രത്തിനോടൊപ്പം നിന്നിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇനി കോൺഗ്രസിന് എന്ത് കുറ്റം പറയാൻ കഴിയും? എന്തെങ്കിലും കുറ്റം ഇതിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ? കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. ആ നിലയ്ക്ക് കഴിഞ്ഞ 6 മാസത്തിലേറെയായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരഭിപ്രായവും പറയാൻ കഴിയില്ല. അഥവാ എന്തെങ്കിലും അഭിപ്രായം ഇതിനെതിരെ, ഇപ്പം ജയറാം രമേശ് പറയുന്നത് പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാം, പക്ഷെ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കോൺഗ്രസ് ഫിനിഷ്ഡ് ആണ്. കാരണം ദേശീയ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അഭിപ്രായം പറയാനായിട്ട് പല പാർട്ടികളിൽ നിന്നുള്ള MP ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘം ഉണ്ടാക്കുന്നു. അതിനെ ചെറു സംഘങ്ങളാക്കിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക്, അവരുടെ തലസ്ഥാനങ്ങളിലേക്ക് വിടുകയും അവിടെ നമ്മുടെ ഭാഗം പറയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും കുറച്ച് അംഗങ്ങളുള്ള പാർട്ടികളിൽ നിന്ന് പോലും ആൾക്കാരെ എടുത്തിട്ടില്ലേ? ഇപ്പോ CPM-ൽ നിന്ന് ആളെ എടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ NCP-യിൽ നിന്ന് ആളെ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പല ഗ്രൂപ്പുകളും ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലും ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? 7 സംഘങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ 2 സംഘങ്ങൾക്ക് മാത്രമേ BJP MP നേതൃത്വമുള്ളൂ. മറ്റ് 2 സംഘങ്ങളെ നയിക്കുന്നത് NDAയിലുള്ള BJPയുടെ 2 സഖ്യകക്ഷികളാണ്. JDU-വിന്റെ ഒരു റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. പിന്നെ അവരോടൊപ്പം നിൽക്കുന്ന താക്കറെ വിഭാഗത്തിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതല്ലാതെ വന്നിരിക്കുന്ന മറ്റു 3 ആൾക്കാർ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ. അതിലൊന്ന് കോൺഗ്രസ് ആണ്, ഒന്ന് DMK ആണ്, ഇനി മറ്റൊരു പാർട്ടിയും കൂടിയുണ്ട്, NCP. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പൊളിറ്റിക്സ് കളിക്കാതെ ഈ 7-ൽ 2, 2, 3 എന്ന നിലയ്ക്ക്, ഇനി അഥവാ NDA വേഴ്സസ് മറ്റേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ പോലും 4, 3 തുല്യ പ്രാധാന്യം അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലത്തേക്ക് ഡയറക്റ്റ് ശശി തരൂരിനെതിരെ ഒരു അഭിപ്രായം കോൺഗ്രസ് പറഞ്ഞാൽ അത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാകും എന്നെങ്കിലും അവർ മനസ്സിലാക്കണം. ഇനി അതല്ല, കോൺഗ്രസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ലാതെ മറ്റാരെയും ഉൾപ്പെടുത്താനുള്ള ഒരു അധികാരം ഇവിടെ BJPക്ക് ഉണ്ട് എന്നും, അങ്ങനെ വിളിച്ചാൽ ശശി തരൂർ നാഷണൽ ഇൻട്രസ്റ്റിൽ അതിൽ പോകുമായിരുന്നു എന്നുമുള്ള ഒരു തോന്നൽ, ഒരു തിരിച്ചറിവ് അത് കോൺഗ്രസിന് എന്തുകൊണ്ട് ഇല്ലാതെ പോയി? അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന്, ഈ ഒരു എംബാരസ്മെന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ശശി തരൂരിനെ ഒന്നാമനായിട്ട് ഇവർ തന്നെ അത് നോമിനേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിന് എത്ര കയ്യടി കിട്ടുമായിരുന്നു? ഈ ഒരു കളി കളിക്കുന്നതിന് വേണ്ടിയിട്ട് BJPക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തോന്നിന്നിട്ടുന്ന ചില ബുദ്ധിയുടെ കളി കൂടിയാണ്. ആ ബുദ്ധി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ 4 MP ചോദിക്കാൻ പറയുമ്പോൾ തങ്ങളുടെ കൂടെയുള്ള MP ആരാണ് എന്ന് പോലും അറിയാതെ MP അല്ലാത്ത ഒരാളിന്റെ പേര് പോലും കൊടുക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കാര്യമായിട്ട് ഇതിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്? വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണോ? വേറെ ഒരൊറ്റ MP കിട്ടാഞ്ഞിട്ടാണോ? ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ എത്ര MP എന്നാൽ പിന്നെ അതിൽ നിന്ന് വേറെ ആരെങ്കിലും കൂടി അവർക്ക് വെക്കാമായിരുന്നല്ലോ. അതിൽ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ശശി തരൂരിനെ പോലും അവർ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ പേരിൽ ശശി തരൂർ പാർട്ടി വിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരായിട്ട് പാർട്ടി വിടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിനെ കോൺഗ്രസ് ഏതെങ്കിലും കാര്യത്തിൽ പുകച്ചു പുറത്ത് അടിച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ബാക്ക്ഫയർ ചെയ്യും. പക്ഷെ അടുത്ത കാലത്തായിട്ട് ശ്രീ ശശി തരൂർ എടുത്തിരിക്കുന്ന പല നിലപാടുകളും കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ്. ഇപ്പൊ അല്പം മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ സഹയാത്രികൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ UN-ലെ ഒരു സ്റ്റിന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയ അഭയം കൊടുത്തു എന്നാണ്. അങ്ങനെ ഒരു അഭയത്തിന്റെ ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ അഭയാർത്ഥി ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പൊളിറ്റിക്സ് ഇതായതുകൊണ്ട് അദ്ദേഹവുമായിട്ടൊരു ഡീൽ അവർ വെച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അഭയം എന്ന വാക്ക് തെറ്റാണ്. 2, അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ നിലപാടുകളോടും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. ഇപ്പൊ കോൺഗ്രസ് G20 കണ്ടക്ട് ചെയ്യുന്നതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശംസ BJP ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടോ? ശശി തരൂർ കൊടുത്തിട്ടുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വിഷയം ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്ന റാലിയിൽ തന്നെ വന്നിട്ട് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിരുന്ന ആളാണ് ശശി തരൂർ.
ദ്രൗപദി മുർമുവിനെതിരെ മത്സരിക്കാനായിട്ട്, അതും നമ്മൾ ആലോചിച്ച് നോക്കണം, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാള് ഇന്ത്യയുടെ അധ്യക്ഷനാകുന്നതിന് വേണ്ടി NDA പിന്നെ ആ പാർട്ടി തീരുമാനിക്കുന്ന സമയത്ത് അതിനെതിരെ ആൾക്കാരെ നിർത്തുകയാണ്. അതിനെതിരെ നിർത്തുന്ന ആരാണ്? ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് ദ്രൗപദി മുർമുവിനെതിരെ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് എന്ന് പറഞ്ഞ ആളാണ്. ആർട്ടിക്കിൾ 370 റീലുക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അത് ബെനഫിഷ്യൽ ആണെങ്കിൽ റീലുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നയാളാണ്. അപ്പോ കോൺഗ്രസ് എടുത്തിരിക്കുന്ന എല്ലാ നിലപാടുകളോടൊപ്പം നിന്നിരിക്കുന്ന ആളൊന്നുമല്ല തരൂർ. പക്ഷേ തരൂരിനെ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ശരി, സംശയമില്ല. പക്ഷേ ഇവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് ബുദ്ധിപരമായ കളി കളിക്കാമായിരുന്നു, തരൂരിനെ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിമർശനത്തിന് മറുപടി പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. ശ്രീ